ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. പക്ഷെ എന്റെ വിഷമം അതല്ല. യതീന്ദ്രൻ സാറിന് വയ്യാതിരിക്കുമ്പോ അടുത്തുനിന്ന് കാര്യങ്ങൾ നോക്കാൻ പറ്റിയില്ലല്ലോ. പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? നമ്മൾ കാണിക്കുന്ന സ്നേഹം മനസ്സിലാവണമെങ്കിൽ മനുഷ്യനാവണ്ടേ മോളെ? എല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ പേടിച്ചതും. അവര് പറയുന്നത് ഞാൻ ആദ്യം സൂര്യ സാറിന്റെ വീട്ടിൽ കയറി പറ്റി, അത് കഴിഞ്ഞ് മറ്റുള്ളവരെയും കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെയാ. ചേച്ചിയുടെ കയ്യിലും കുഴപ്പമുണ്ട്. ഇല്ലാത്ത കാര്യം നമ്മളെന്തിനാ വെറുതെ കേട്ടു നിൽക്കുന്നേ? പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. നമ്മുടെ നാട്ടിലായിരുന്നപ്പോ ചേച്ചി അത് ചെയ്യുമായിരുന്നല്ലോ. അതെന്താ ആ വീട്ടിൽ ചെന്നപ്പോ എല്ലാം മറന്നുപോയോ? നീ അത്തരം കാര്യങ്ങളിൽ ഇടപെടണ്ട. യതീന്ദ്ര സാറിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. സാറിന് വേണ്ടി പലതും നമ്മൾ സഹിക്കേണ്ടിയും ക്ഷമിക്കേണ്ടിയും വരും. അങ്ങനെ ക്ഷമിച്ചേ അവരെല്ലാരും കൂടി ചേച്ചി അങ്ങ് കൊല്ലും. അന്നായിരിക്കും എല്ലാരും കൂടി വാവിട്ട് നിലവിളിക്കാൻ പോകുന്നേ. കാത്തു, നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞേ? കാര്യമൊക്കെ ശരി തന്നെയാ. ഒട്ടും താല്പര്യമില്ലാതെ തന്നെയാ ഇവളാ വീട്ടിലേക്ക് പോയത്. ഒരു ദുരന്തം തന്നെയായിരുന്നു ആ കല്യാണവും. പക്ഷെ ഇവളുടെ കഴുത്തി താലി കെട്ടിയവനെ നട്ടലുള്ള ഒരുത്തനാ. അവന് നമ്മളോടൊക്കെ സ്നേഹമില്ലേ? നമ്മളോടൊക്കെ മാന്യമായിട്ടല്ലേ പെരുമാറുന്നേ? എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ നീക്കി നിർത്തിയിട്ടുണ്ടോ? നേരെ ചൊവ്വേ കല്യാണം കഴിച്ചു കൊടുത്ത എത്രയോ പെൺകുട്ടികള് ഭർത്താവിന്റെ കയ്യിലെ കൊള്ളരുതായ്മകൾ കൊണ്ട് കണ്ണീര് കുടിക്കുന്നു. ഇവിടെ എന്തായാലും അതില്ലല്ലോ മോളെ. നിന്റെ ചേച്ചിയെ സൂര്യ സാറ് താലി കെട്ടി നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നില്ലേ? കാർത്തു വെച്ച് എപ്പ നോക്കിയാലും ചേച്ചി അവിടെ നിൽക്കുന്ന ശരിയല്ല, വിളിച്ചോണ്ട് വരണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചേട്ടന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. മതി, ഇക്കാര്യം പറഞ്ഞ് ഇനി നിങ്ങൾ തമ്മിലൊരു സംസാരം ആവണ്ട. യതി സാറിന്റെ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോ പത്മ മാഡം നല്ല ഉറക്കെ സംസാരിച്ചു. ഭാര്യയായ ഞാനുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ യതി സാറിനെ നോക്കുന്നതെന്ന് പറച്ചിലേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കില്ല. അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുമില്ല. 2 ദിവസം കഴിയട്ടെ, ഞാനങ്ങ് പോവും. സാറിനൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതിനെ അടിമത്താണെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാർത്തു, എന്ത് കാര്യത്തിനും പ്രതികരിച്ചിരുന്ന ആളാ ഞാൻ. ഇപ്പൊ എന്താ ചെയ്യാത്തെന്നറിയോ? അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോയാല് നിനക്ക് താഴെയുള്ളവരുടെ ജീവിതത്തെ അത് ബാധിക്കില്ലേന്ന്. ചേച്ചിക്ക് ആ പേടിയുണ്ട്. ചേച്ചി കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എടാ, ഇത് അങ്ങനെയല്ല, ചുറ്റി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ അത് മറന്നു. അച്ഛനെ ഓർമ്മയുണ്ടോ? കല്യാണത്തിനന്ന് അച്ഛൻ എനിക്ക് മുണ്ടുടുപ്പിച്ചു തന്നത്. അതെന്നെ ഒരു പകരം വീട്ടിലാണെന്ന് കരുതിയാ മതിയേ. എടാ, കുറച്ചു ദിവസം കഴിഞ്ഞാലേ ഇത് ഞാനങ്ങ് എടുക്കും. അപ്പൊ നിന്റെ ആവശ്യം വരില്ല. പക്ഷേ കുറച്ചു ദിവസം ഉണ്ടല്ലോ, അത്രയും ദിവസം എന്റെ ഹെൽപ്പ് സ്വീകരിച്ചേ പറ്റൂ. ഓ, മതിയാ? ഓക്കെ. അന്ന് കല്യാണത്തിന് എനിക്ക് മുണ്ടുടുപ്പിച്ചു തരുമ്പോ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അന്ന് പറഞ്ഞത്? കുഞ്ഞു പ്രായത്തില് എന്നെ ഡ്രസ് ഇടിപ്പിച്ചത് മുതല് ഞാൻ പതുക്കെ പതുക്കെ വളർന്നു വരുന്ന എല്ലാ ഘട്ടങ്ങളിലും എന്നെ ഡ്രസ് ഇടിപ്പിച്ചതും കൊണ്ടു നടന്നും ഒക്കെ അച്ഛൻ ഓർമ്മയുണ്ടെന്ന് അല്ലേ? യെസ്. ഇനി കുറച്ചു കാലം അച്ഛന്റെ മനസ്സിൽ ആ ഓർമ്മകൾ സൂക്ഷിക്കും പോലെ എനിക്കും അച്ഛനെ ഡ്രസ് ചെയ്യിപ്പിച്ച് കുറച്ച് ഓർമ്മകൾ കൊണ്ടു നടക്കണം. അച്ഛൻ എന്റെ കളിക്കുട്ടിയല്ലേ, കുളിപ്പിച്ച് ഒരുക്കി കൊണ്ടു നടക്കാനുള്ള കളിക്കുട്ടി. താങ്ക്സ് ഡാ. നീ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ ജീവിക്കാനൊരു രസമൊക്കെ തോന്നുന്നുണ്ട്.
അതിന് ഞാൻ ഇങ്ങനെ തന്നെയല്ലേ അച്ഛാ അച്ഛനോട് പെരുമാറുന്നത്. ആ പിന്നെ മറ്റേ കാര്യം പത്മാ മേഡം, അക്കാര്യത്തില് നോ കോംപ്രമൈസ്. എന്താ കേട്ടോ, കൈ നന്നേ. അച്ഛൻ വാ, ഇനി നമുക്ക് താഴേക്ക് പോ. നടക്കണ്ട ചെല്ലക്കുട്ടി, വാ. മോന്റെ അച്ഛൻകുട്ടനല്ലേ, വാ. പത്മ, എന്നെ മുണ്ടുടിപ്പിച്ചത് ആരാന്നറിയോ? ഇവനാ. ഞാനിപ്പോ അവന്റെ ചെല്ലക്കുട്ടിയാന്നാ പറയുന്നത്. അച്ഛാ, സ്നേഹിക്കുന്നവർക്ക് സ്നേഹം തിരിച്ചു കിട്ടും, അഹങ്കരിക്കുന്നവർക്ക് അത് തന്നെ കിട്ടൂ. മാഡം, നീ അവിടെ നിൽക്കേ. എന്താ സർ? കഴിഞ്ഞ ദിവസം നീ എവിടെയാണ് കള്ളനെ കണ്ടത്? വീടിനകത്ത്. ആ സമയത്ത് വീടിന്റെ പുറകുവശത്തെ വാതിലും മുൻവശത്തെ വാതിലും അടച്ചിരിക്കുകയായിരുന്നില്ലേ? പിന്നെ ഏത് വഴിക്കാണ് കള്ളൻ കയറിയത്? അത് എനിക്കറിയില്ല സർ. ശരി, ഓക്കെ. നീ കള്ളൻ കള്ളൻ എന്ന് പറയുന്നത് കേട്ട് ഇവരെല്ലാവരും ഓടി വന്നപ്പോ കള്ളൻ എവിടെ പോയി? ചോദിച്ചത് കേട്ടില്ലേ? എടാ, അവളോട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്താ കാര്യം? അച്ഛനൊന്നും മിണ്ടായിരിക്കെ. ഈ വീട്ടിനകത്ത് വെച്ചാണ് കള്ളനെ നീ കണ്ടതെങ്കിൽ നമ്മളൊക്കെ വന്നപ്പോ കള്ളൻ അവിടെ പതുങ്ങിയിരിക്കണ്ടേ? വേണ്ടേ? അങ്ങനെ ഒരു കള്ളൻ ഈ വീട്ടിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ആ കള്ളൻ പുറത്തു വരില്ലേ? നിന്നെ ഉപദ്രവിക്കായിരുന്നില്ലേ? അതെന്താ സംഭവിക്കാത്തെ? കനക, അകത്തേക്ക് പോ. ഞാനാ അവളെ വിളിച്ചോട് നിർത്തിയത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ അവള് പോവൂ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അത് സർ, ഞാൻ കാണാത്ത കള്ളനെ കണ്ടു എന്ന് പറഞ്ഞ് നീ ബഹളം വെച്ചത് എന്തിനാ? വീട്ടിൽ കള്ളൻ കയറിയെന്നൊരു കഥയുണ്ടാക്കാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ല സർ. പല കാര്യങ്ങളിലും എനിക്ക് നിന്നെ സംശയമുണ്ട്. നീ അത്ര സ്ട്രെയിറ്റ് ഒന്നും അല്ല. നിന്റെ ഈ കള്ളനെ കുറിച്ചുള്ള കഥയുണ്ടല്ലോ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. വയ്ക്കോ. ഇവിടെ കള്ളം കയറിയെന്ന് അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എനിക്കെന്താ നേട്ടം? അയ്യോ, പത്മാ മേഡം പറയിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്തിനാ സ്വയം ഏറ്റെടുക്കുന്നത്? മറ്റുള്ളവരെ പറയുന്നതും എന്റെ നേർക്ക് നോക്കിയാണല്ലോ. അത് പിന്നെ ഒരുപാട് പ്രത്യേകതയുള്ള മുഖത്തേക്ക് അറിയാതെ നോക്കി പോവില്ലേ?